നമസ്കാരം. സംവിധായകൻ രൂപേഷ് പീതാംബരൻ, സംവിധായകൻ ടോം ഇമ്മട്ടി, ഇരുവരും തമ്മിലുള്ള തർക്കം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. പോയിന്റ് നമ്പർ 1, രൂപേഷ് പീതാംബരൻ എന്ന സംവിധായകൻ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 2017 മാർച്ച് 3 റിലീസായ ടൊവിനോ നായകനായ ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമ ചരിത്രത്തെ വളച്ചൊടിച്ച് ആണ് ചിത്രീകരിച്ചത് എന്നുള്ളതാണ് രൂപേഷ് പീതാംബരൻ പറഞ്ഞൊരു കാര്യം. അതായത് മഹാരാജാസ് കോളേജിൽ SFI അടക്കി വാണിരുന്ന ആ കോളേജിലെ KSU അവിടെ ഭരണം പിടിച്ചെടുത്തതാണ് യഥാർത്ഥതെങ്കിൽ ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമ KSU അടക്കി ഭരിച്ചിരുന്ന മഹാരാജാസ് കോളേജ് SFI പിടിച്ചെടുത്തതായിട്ട് കഥ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. രൂപേഷ് പറയുന്ന ഒരു കാര്യം, ഇത് ടോം ഇമ്മട്ടിയോട് പറഞ്ഞത് താനാണ്. അതായത് നിനക്ക് കമേഴ്ഷ്യലായിട്ട് ഈ സിനിമ തിയേറ്ററിൽ ഓടണോ, നിനക്ക് വലിയ വിജയമായിട്ട് ഈ സിനിമ ഓടണോ എങ്കിൽ നിങ്ങൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ചരിത്രം എടുത്ത് നേരെ ഉൾട്ടയടിക്കുക, SFI ജയിച്ചു വരുന്നതായിട്ട് കാണിക്കുക, എങ്കിൽ മാത്രമേ തിയേറ്ററുകളിൽ സിനിമ ഓടുകയുള്ളൂ എന്ന് രൂപേഷ് പീതാംബരൻ ടോം ഇമ്മട്ടിയോട് പറഞ്ഞതായിട്ടാണ് രൂപേഷ് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതുവരെ ക്ലിയർ ആണല്ലോ? അതെ. അപ്പോൾ രൂപേഷ് ഈ പറഞ്ഞതോടുകൂടി ടോം ഇമ്മട്ടി പ്രതികരണവുമായിട്ട് സോഷ്യൽ മീഡിയയിലെത്തി. ടോം പറയുന്നത് രൂപേഷ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതായത് ഇതൊരു യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെട്ടൊരു കഥയേ അല്ല, ഇതൊരു സാങ്കല്പിക കഥ മാത്രമാണ്, അതാണ് താൻ സിനിമയായി എടുത്തത് എന്നുള്ളതാണ് ടോം ഇമ്മട്ടിയുടെ വാദം. അതായത് രൂപേഷ് പറയുന്നത് നുണയാണ്, മഹാരാജാസ് കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട കഥയല്ല, ഈ KSU SFI തമ്മിലുള്ള തർക്കമൊക്കെ തന്നെ സാങ്കല്പികമായിട്ടാണ് എന്നുള്ളതാണ് ഒരു മെക്സിക്കൻ അപാരത എന്ന ഈ സിനിമയുടെ സംവിധായകനായ ടോം ഇമ്മട്ടി പറയുന്ന കാര്യം. രൂപേഷ് പീതാംബരൻ ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയിലെ KSUവിൻ്റെ നേതാവാണ്. ടൊവിനോയാണ് SFIയുടെ ലീഡറായിട്ടും വരുന്നത്. ടൊവിനോയുടെ സ്റ്റാർ വാല്യൂ തന്നെ കൂട്ടിയ ഒരു സിനിമ, ഒരു മറ്റൊരു തലത്തിൽ ടൊവിനോയെ സ്റ്റാർ മെറ്റീരിയലാക്കി മാറിയ സിനിമയും കൂടെയാണ് മെക്സിക്കൻ അപാരത. അതുകൊണ്ട് ടൊവിനോയുടെ കരിയറിൽ ഒരു ബിഗിനിങ് ഓഫ് ന്യൂ എറ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു മെക്സിക്കൻ അപാരത. അതവിടെ നിൽക്കട്ടെ. ടോം ഇമ്മട്ടി രൂപേഷ് പീതാംബരന് മറുപടിയുമായിട്ട് രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ രൂപേഷ് വിടുന്നില്ല. രൂപേഷ് പിന്നാലെ ടോം ഇമ്മട്ടിക്ക് മറുപടിയുമായി രംഗത്തെത്തി. ആദ്യം നമുക്ക് രൂപേഷിൻ്റെ ആ ഒരു പോസ്റ്റ് നോക്കാം. രൂപേഷ് ആദ്യം കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ശ്രീ ടോം ഇമ്മട്ടി, ഞാൻ കള്ളം പറയാറില്ല, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാറില്ല, ഹിയർ ഇസ് ദ പ്രൂഫ് എന്നാണ് പറയുന്നത്. അതായത് വിമർശനം ഉള്ളതൊന്ന്, അതായത് ഞാൻ കള്ളം പറയാറില്ല, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കള്ളമല്ല എന്നുള്ളത് രൂപേഷ് പീതാംബരൻ ഇവിടെ ടോം ഇമ്മട്ടിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അപ്പ കാണുന്നവനെ അപ്പ എന്ന് ഞാൻ വിളിക്കാറില്ല എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു വിമർശനം, ഇത്രയും വലിയൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് രൂപേഷ് പീതാംബരൻ മുന്നോട്ട് വെക്കുകയാണ്. അത് ഒരു വിമർശനം എന്ന മാത്രം രീതിയിലായിട്ട് ഇത് കണക്കാക്കാൻ സാധിക്കുകയില്ല, ഇതൊരു പഴഞ്ചൊല്ലെന്ന രീതിയിൽ മാത്രവും കാണാൻ സാധിക്കില്ല. ഇത് അങ്ങേയറ്റത്തിൽ ഒരു കൊടിയ വിമർശനം ആയിട്ട് തന്നെ ഇത് സൂചിപ്പിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് രൂപേഷ് അത് വിടാതെ അതിന് താഴെ ഒരു പോസ്റ്റുമായിട്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി അത് തീരുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ രൂപേഷ് പറയുന്ന മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട്. ജിനോ ജോണിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് രൂപേഷ് അടുത്തത് പറയുന്നത്. അതായത് വീണ്ടും ടോം ഇമ്മട്ടിക്കാണ് വിമർശനം. ടോം ഇമ്മട്ടി ഇത് അടുത്ത തെളിവ്, ജിനോ ജോണിൻ്റെ സ്വന്തം വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രൂപേഷ് പീതാംബരൻ അടുത്ത പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ജിനോ ജോണിൻ്റെ പോസ്റ്റിലേക്ക് തന്നെ പോവാം. ടോം ഇമ്മട്ടി പറഞ്ഞ KSUവിൻ്റെ ചെഗുവേര രൂപേഷ് പീതാംബരൻ പറഞ്ഞതിലാണ് ശരി, എൻ്റെ പ്രിയ സുഹൃത്ത് ടോം ഇമ്മട്ടി പറഞ്ഞതിലാണ് നുണ. അതായത് ജിനോ ജോൺ തന്നെ പറയുന്നു ടോം ഇമ്മട്ടി പറഞ്ഞതാണ് നുണ, രൂപേഷ് പീതാംബരൻ പറഞ്ഞതാണ് ശരി എന്നുള്ള ഒരു വാദം, കൃത്യമായ വാദം ജിനോ ജോൺ രൂപേഷ് പീതാംബരനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ടോമിൻ്റെ വാക്കുകൾ തള്ളിക്കൊണ്ടാണ് ജിനോ പറയുന്നത്. നമുക്ക് ബാക്കി വായിക്കാം. ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയ്ക്ക് കാരണമായത് 2010 എറണാകുളം മഹാരാജാസ് കോളേജിൽ KSU ചെയർമാനായ എൻ്റെ ജീവിത കഥയാണ്. സിനിമ ഇറങ്ങി 8 വർഷത്തിനപ്പുറം രൂപേഷ് പീതാംബരൻ പറഞ്ഞതിലാണ് ശരി. രൂപേഷ് പീതാംബരൻ പറഞ്ഞത് നുണയാണെന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ എൻ്റെ പ്രിയ സുഹൃത്ത് ടോം ഇമ്മട്ടി പറയുന്നതിലാണ് നുണയുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞ് എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മുന്നിൽ വന്ന് എന്നെ നേരിൽ കണ്ട ടോം ഇമ്മട്ടിയുടെ അന്നത്തെ മുഖവും പിന്നീട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് കാരണമായ എൻ്റെ യഥാർത്ഥ കഥയെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുമെന്ന് പറഞ്ഞ ടോം ഇമ്മട്ടിയുടെ വാക്കുകളും ഇന്നും മനസ്സിലുണ്ട്. അതായത് ടോം ഇമ്മട്ടി പറഞ്ഞ ഈ സാങ്കല്പികമായ കഥ 2010 മഹാരാജാസ് കോളേജിൽ ജിനോ ജോണിൻ്റെ കഥയാണെന്നും ടോം ഇമ്മട്ടിയും ജിനുവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നും അതിനിടയിൽ ഈ രണ്ട് കാര്യങ്ങൾ ടോം ജിനുവിനോട് പറയുന്നുണ്ട്. അതായത് ഒന്ന്, ഈ കഥ സിനിമയാക്കാൻ പോകുന്നു, 2, പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയും എന്ന് താൻ പറഞ്ഞതായും ടോം ഇമ്മട്ടി പറഞ്ഞിട്ടുണ്ടെന്നും ജിനോ ജോൺ പറയുന്നുണ്ട്. ബാക്കി പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഞാൻ സംവിധാനം ചെയ്യാൻ ഉറച്ച് എഴുതിക്കൊണ്ടിരുന്ന കാലം
താൻ ചെയ്യാൻ പോകുന്ന ഒരു മെക്സിക്കൻ അപാരത സിനിമയിലേക്ക് എൻ്റെ ജീവിതകഥ എടുത്തോട്ടെ എന്ന് ടോം വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സമ്മതിച്ചു. അതായത് ടോം ഇമ്മട്ടി വന്ന് ജിനോ ജോണിനോട് തൻ്റെ കഥ ഞാൻ സിനിമയാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അത് താൻ സമ്മതിച്ചു എന്ന് ജിനോ പറയുന്നു. എൻ്റെ സംവിധായക മോഹം ഉള്ളിലൊതുക്കി യാതൊരു സങ്കോചവുമില്ലാതെ ഞാൻ സിനിമയുടെ തിരക്കഥാരചനയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം താങ്കൾക്കൊപ്പം നിന്നു. അന്ന് ഏറ്റവും അടുത്ത സുഹൃത്ത് രക്ഷപ്പെട്ട് കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് ഇപ്പോൾ തെറ്റായി പോയെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആദ്യം KSU കാരൻ ചെയർമാനാകുന്ന റിയൽ ലൈഫ് സിനിമാ കഥ, പിന്നീട് സ്വതന്ത്രൻ ചെയർമാനാകുന്ന സിനിമാ കഥ, പിന്നീട് വീണ്ടും KSU കാരൻ ചെയർമാനാകുന്ന സിനിമാ കഥ, പിന്നീട് പ്രൊഡ്യൂസറെ കിട്ടുന്നില്ലെന്നും പ്രോജക്റ്റ് ഓണാകുന്നില്ലെന്നും പടം ഹിറ്റാകാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് SFI കാരൻ ചെയർമാനാകുന്ന ട്വിസ്റ്റും സിനിമയായി ഇറങ്ങിയ കഥ. ഇങ്ങനെ നമ്മൾ എഴുത്തുമായി എത്ര വർഷങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ ജീവിതവും പ്രൊഫഷനവും രക്ഷപ്പെടാനായി അവരുടെ സിനിമാ ജീവിതത്തിന് എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണമാകണ്ടെന്നും കരുതി. KSU കഥ SFI ആയി മാറാൻ ഞാനും അവസാനം ഓക്കെ പറഞ്ഞു. ജിനുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ടോം ഇമ്മട്ടി കഥ നേരെ തിരിച്ചതെന്നും ജിനു പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കാണിച്ച സുഹൃത്ത് ബന്ധത്തോടുള്ള ആത്മാർത്ഥത സിനിമ ഇറങ്ങിയപ്പോൾ കാണിക്കാൻ എൻ്റെ പ്രിയ സുഹൃത്ത് മറന്നുപോയി. സിനിമയ്ക്ക് മുമ്പ് എന്നോട് പറഞ്ഞതുപോലെ ഒരു മെക്സിക്കൻ അപാരത സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ കഥ എൻ്റെ ലൈഫ് സ്റ്റോറിയാണെന്ന കാര്യം പത്രമാധ്യമങ്ങളിൽ കൊടുക്കുമെന്നത് പാഴ്വാക്കായി മാറി. സിനിമയുടെ വലിയ വിജയത്തിൽ മതിമറന്ന് നിന്നപ്പോൾ ആ സിനിമ നടക്കാനും വലിയ വിജയത്തിനും കാരണക്കാരനായ എന്നെ അദ്ദേഹം വിസ്മരിച്ചുപോയി. ആ മറവിക്ക് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇത്രയും വർഷം ടോം ഇമ്മട്ടി പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം അതിൽ അഭിനയിച്ച രൂപേഷ് പീതാംബരനാണ് ഇപ്പോൾ പറഞ്ഞത്. അതിനെ നുണയാക്കി മാറ്റിയ സംവിധായകൻ ടോം ഇമ്മട്ടിയാണ് ഇപ്പോൾ നുണ പറയുന്നത്. അത് ആരെ തൃപ്തിപ്പെടുത്താനാണെങ്കിലും അത് ശുദ്ധ പോക്കിരിത്തരമാണ്. ഏറ്റവും വലിയ തെളിവ് ഞാനായി ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം മായ്ക്കാത്ത ചരിത്രമായി മഹാരാജാസിലെ KSUവിൻ്റെ വിജയം നിലനിൽക്കുന്നിടത്തോളം കാലം സത്യത്തെ നുണയാക്കി മാറ്റാൻ കുറച്ച് പാടുമെടുമെന്ന് ഞാനും ടോമിനെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് മഹാരാജാസിലെ ടോം ഇമ്മട്ടിയുടെ സ്വന്തം KSU ചെഗുവേര. ജിനോ ജോണിൻ്റെ ഈ വാക്കുകൾ വെറുതെ അങ്ങ് തള്ളിക്കളയരുത്. കൃത്യമായ വിമർശനങ്ങൾ ടോം ഇമ്മട്ടി എന്ന സംവിധായകന് നൽകിയിട്ടുണ്ട്. 2010 സിനിമാ മോഹം ആരംഭിച്ചത് മുതൽ ടോം ഇമ്മട്ടിയുമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് മുതൽ ജിനോ ജോണിനെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരിചയപ്പെടുത്തി ഇത് തൻ്റെ ജീവിതമാണെന്ന് ടോം ഇമ്മട്ടി പറഞ്ഞ വാചകം മുതൽ പിന്നീട് അങ്ങോട്ട് പ്രൊഡ്യൂസറിനെ കിട്ടുന്നില്ല എന്നും കഥ മാറ്റി KSUക്കാരൻ്റെ ജയം എന്നത് മാറ്റി SFIക്കാരൻ്റെ ജയമാണെന്ന് മാറ്റുന്നത് വരെ ജിനോ ജോൺ എന്ന യഥാർത്ഥ വ്യക്തി സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്ന നിമിഷം മുതൽ കഥ മാറുന്നു. സിനിമ വിജയിച്ച് സിനിമ ഹിറ്റായി സിനിമ വേറൊരു തലത്തിലേക്ക് മാറിയപ്പോൾ സംവിധായകൻ ടോം ഇമ്മട്ടിയുടെ മട്ട് മാറുന്നു. ജിനോ ജോൺ ആരാ ഏതാ എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ജിനോ ജോണിന്റെ വിമർശനം. അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്നുള്ളത് താൻ പറയുന്നില്ല എന്ന് ജിനോ ജോൺ പറയുന്നതോടുകൂടി സ്വന്തം പ്രസ്ഥാനത്തെ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് ഒരു സിനിമയായി മാറ്റുമ്പോഴേക്കും ജിനോ ജോൺ നേരിടേണ്ടി വന്ന അപഹാസ്യങ്ങൾ എത്രമാത്രമാണെന്ന് ഊഹിക്കാൻ പറ്റും സാധാരണ മനുഷ്യർക്ക്. അവിടെയാണ് രൂപേഷ് ഇപ്പോൾ തൻ്റെ സിനിമയായ വത്സല ക്ലബിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിൽ ഈ ചിത്രത്തെ പരാമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഒരു വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുന്നു. എന്തായാലും ടോം ഇമ്മട്ടി ഇതുവരെ ജിനോ ജോണിൻ്റെ വാക്കുകൾക്കോ രൂപേഷ് പീതാംബരൻ്റെ രണ്ടാമത്തെ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്ന്, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് തനിക്കില്ല എന്ന് രൂപേഷ് പീതാംബരൻ പറയുന്നതിനോട് ടോം ഇമ്മട്ടി നിലവിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രണ്ട്, ജിനോ ജോൺ ഉന്നയിച്ച ഇത്രയും കൃത്യമായ വിമർശനങ്ങൾക്കും ടോം ഇമ്മട്ടിയുടെ ഭാഗത്തു നിന്നും മറുപടിയില്ല. എന്തുകൊണ്ടാണ് സംവിധായകൻ ടോം ഇമ്മട്ടി മൗനം പാലിക്കുന്നത് എന്നത് വ്യക്തമാക്കണം. ഇത് വെറും ഒരു സിനിമാ വിഷയം മാത്രമല്ല, രാഷ്ട്രീയ സാമൂഹിക വിഷയത്തെ കൂടി അടിസ്ഥാനമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തെ വളച്ചൊടിച്ച രീതിയിലേക്ക് ഈ സിനിമ മാറിയതാണോ? യഥാർത്ഥ സിനിമയെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം KSU എന്ന് പറഞ്ഞാൽ ഇവിടെ ഓടില്ല, SFI എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ ഓടുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണോ സിനിമ? യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ലേ പ്രേക്ഷകർ കാണേണ്ടത് എന്നുള്ള രണ്ട് ചോദ്യങ്ങൾക്ക് രണ്ട് പക്ഷവുമായി നിലനിൽക്കുമ്പോഴാണ് ജിനോ ജോൺ എന്ന ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സംവിധായകനായ ടോം ഇമ്മട്ടിക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത്. ടോം ഇമ്മട്ടിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്നുണ്ട്. അതിനൊന്നും ടോം എന്ന സംവിധായകൻ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഒരു വശം. അതോടൊപ്പം തന്നെ രൂപേഷ് പറഞ്ഞ മറ്റൊരു കാര്യം, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലോബിയിങ്ങിലാണോ എന്നുള്ള ചോദ്യം. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് 2015 കേരള സംസ്ഥാന സർക്കാർ അവരുടെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴേക്കും
അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു സിനിമ വരുന്നതോടുകൂടി ഒരു ഫോൺ കോൾ സംഭാഷണം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഞങ്ങൾക്കൊന്നും അവാർഡില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും അതിലെ നായകൻ, അതിലെ നായിക, അതിൻ്റെ സംവിധായകൻ ഉൾപ്പെടെ അവാർഡ് കിട്ടുന്നു. നിർമ്മാതാവായ ഒരാൾക്ക് വേറൊരു രീതിയിൽ അവാർഡ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് രൂപേഷ് പീതാംബരൻ ഉന്നയിക്കുന്ന കാര്യം. എന്തായാലും ഈ അവാർഡ് നിർണയവും ഈ അവാർഡ് കൊടുത്ത സിനിമയും ദുൽഖർ സൽമാൻ നായകനായ ചാർലി എന്ന ചിത്രമാണ് എന്നുള്ളതാണ് പലരും മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ മീഡിയയിലെ ആക്ഷേപം. സിനിമയിലെ നായിക പാർവതിയാണ്, സിനിമയുടെ സംവിധായകൻ മാർട്ടിൻ പ്രകാട്ടാണ്, സിനിമയിലെ നിർമ്മാതാക്കളിൽ ഒരാൾ നടൻ ജോജു ജോർജുമാണ്. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചതുകൊണ്ടാണ് കൃത്യമായി ചാർലിയാണ് ഈ സിനിമ എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ കുറിക്കുന്നത്. രണ്ടാമത്, രൂപേഷ് ഈ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ടൊവിനോയ്ക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുള്ളതും കൂടി രൂപേഷ് ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതായത് ഒരു നിർമ്മാതാവ്, യൂട്യൂബ് റൂട്ടസ് എന്ന സിനിമയുടെ സംവിധായകനാണ് രൂപേഷ് പീതാംബരൻ. രൂപേഷ് പീതാംബരൻ ആ സിനിമയിൽ ടൊവിനോ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ടൊവിനോയെ മാറ്റണമെന്ന് ആ സിനിമയുടെ നിർമ്മാതാവ് പറഞ്ഞിരുന്നു അത്രേ. രൂപേഷ് പറഞ്ഞു പറ്റില്ല, ഞാൻ മാറ്റില്ല എന്ന് പറയുകയും ചെയ്തു. ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ രൂപേഷിനോട് ചോദിച്ചു എന്തിനാണ് ഒരു നടന് വേണ്ടി കൂട്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ രൂപേഷ് പറഞ്ഞത് ഇല്ല, ഞാൻ മാറ്റില്ല എന്നുള്ളത് രൂപേഷ് വ്യക്തമാക്കുകയും ചെയ്തു. അതൊന്നാമത്തെ കാര്യം. പക്ഷേ ടൊവിനോയ്ക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ അതേ നിർമ്മാതാവ് അതിനുശേഷം ടൊവിനോയെ വെച്ച് 3 സിനിമകൾ സംവിധാനം ചെയ്തു എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. അതായത് ടൊവിനോയെ നായകനാക്കി ഇതേ നിർമ്മാതാവ് 3 സിനിമകൾ നിർമ്മിച്ചു എന്നുള്ളതും കൂടി രൂപേഷ് പറയുന്നുണ്ട്. അങ്ങനെ ഈ അഭിമുഖത്തിൽ ആകെ മൊത്തത്തിൽ ഒരുപാട് വിമർശനങ്ങൾ പലരിലേക്കും ഉയരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെയാണ് ടോം ഇമ്മട്ടി എന്ന സംവിധായകൻ. എന്തായാലും ടോമിന് തന്നെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതിന് കൃത്യമായ വിശദീകരണം ലഭിച്ചേ മതിയാവുകയുള്ളൂ. ടോം എപ്പോഴാണ് മൗനം വെടിയുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതുപോലുള്ള മറുപടികൾക്ക് രൂപേഷ് പീതാംബരൻ്റെയും ജിനോ ജോണിൻ്റെയും വാദങ്ങൾക്ക് ടോമിന് മറുപടിയുണ്ടോ? കാത്തിരിക്കുക.